ഹലോ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഒരു പാർട്ട് 1 ക്ലാസ്സാണിത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. അതുപോലെ തന്നെ ഞാനത് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോട്ട് പുസ്തകത്തിൽ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. സ്ട്രക്ചർ ഓഫ് ആറ്റം. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? സ്ട്രക്ചർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തായിരിക്കും ആറ്റം എന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത് ഇതാണ് ഒരു ആറ്റം. അതായത് നമുക്കൊരു സർക്കിൾ ഇവിടെ കാണുന്നില്ലേ, ഇതാണ് ആറ്റം എന്ന് പറയുന്നത്. ആ ആറ്റത്തിൽ ഒരു പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ് തുടങ്ങിയ 3 ആളുകളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. എന്തൊക്കെയാണ് ഉണ്ടാവുക? പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും, ഇലക്ട്രോൺ ഉണ്ടാവും. ഇങ്ങനെ 3 ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിനെ പല സയൻറ്റിസ്റ്റുകളും നമ്മൾ കഴിക്കുന്ന ഓറഞ്ച് ഇല്ലേ, ഒരു ഫ്രൂട്ട് ഓറഞ്ച്, ആ ഒരു ഓറഞ്ചുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ആറ്റത്തിന് ഒരു സ്ഫെരിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയാണ് നമ്മുടെ ആറ്റത്തിന് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇവരുടെയൊക്കെ സ്ഥാനം എവിടെയെന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ആറ്റം. വാട്ട് ഈസ് ആറ്റം? എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുന്നത് ആറ്റം ഹാവ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇത്രയും ആളുകൾ കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റത്തിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഈ 3 ആളുകൾ കൂടി ചേർന്നാണ് ആറ്റം. ഇനി ഇവരുടെ സ്ഥാനങ്ങൾ എവിടെ? ആറ്റത്തിൽ ഈ ആളുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവരെവിടെയാണ് കാണപ്പെടുന്നത് നോക്കണ്ടേ? അപ്പൊ ഇവർ കാണപ്പെടുന്നത്, ഇതൊരു ആറ്റത്തിന്റെ ഒരു ഷെല്ലാണ്, ഇത് വേറൊരു ഷെല്ലാണ്. ഈ ഷെല്ല്, ഇത് നടുക്കത്തെ ഏറ്റവും സെന്ററിൽ ഒരു ഷെല്ലുണ്ട്. ഈ ഒരു ഷെല്ലിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു ഷെല്ലിന്റെ പേരാണ് ന്യൂക്ലിയസ്. നമ്മൾ ബയോളജിയിലൊക്കെ ന്യൂക്ലിയസ് പഠിച്ചിട്ടുണ്ട്. ഇത് അതല്ല, ഇത് വേറെ നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഒരു ന്യൂക്ലിയസ് ആണ്. എന്താണ് ഇതിനെ പറയുന്ന പേരാണ്? ന്യൂക്ലിയസ്. മലയാളം മീഡിയത്തിലും ന്യൂക്ലിയസ് തന്നെയാണ് പറയുക കേട്ടോ. ന്യൂക്ലിയസ് എന്ന് പറയും. ഓക്കെ, ഈ ന്യൂക്ലിയസിലാണ് നമ്മുടെ പ്രോട്ടോണും അതുപോലെ തന്നെ പ്രോട്ടോണും ന്യൂട്രോണും ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കണ്ടോ, ഒരു കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നമ്മൾ പൊമഗ്രാനൈറ്റ് ഒക്കെ പൊളിക്കുന്ന സമയത്ത് അതിന്റെ ഫ്രൂട്ടൊക്കെ ഇരിക്കുന്ന പോലെ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും ഒരു ആറ്റത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ പറഞ്ഞു ആറ്റം ഒരു ഓറഞ്ച് പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓറഞ്ചിന്റെ തൊലി കളഞ്ഞു, അതിനുശേഷം നമുക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടില്ലേ, ആ ഫ്രൂട്ട് എടുത്തു. ആ ഫ്രൂട്ടിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? കുരു ഉണ്ടാവും അല്ലേ? ആ കുരുവാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും. അത്രയും ഇൻസൈഡിലായിട്ടാണ് നമുക്ക് ഉള്ളിലായിട്ടാണ് നമുക്ക് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒരു ആറ്റത്തിൽ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണിന്റെയും സ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഇത് രണ്ടും പറഞ്ഞു. ഇനി വേറെ ആരുണ്ട്? നമ്മുടെ ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? ഇലക്ട്രോൺ എവിടെയായിരിക്കും കാണുന്നത്? ഇവിടെ ഒരു 2 കളറായിട്ട് കൊടുത്തിട്ടില്ലേ, ഒരു പച്ചയും ഒരു ബ്രൗൺ കളറും. അത് രണ്ടും ന്യൂക്ലിയസിലാണ് കാണുന്നത്. ഇതാണ് ന്യൂക്ലിയസ്. ഇനി അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഷെല്ലുണ്ട്. ആ ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോൺ കാണുന്നത് കേട്ടോ. ആ ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോൺ കാണുന്നത്. ഓക്കെ, നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണും. ന്യൂക്ലിയസിന്റെ തൊട്ട് പുറകിലുള്ള ഒരു ഷെല്ലിൽ കാണുന്ന ആളാണ് നമ്മുടെ ഇലക്ട്രോൺ. അപ്പൊ നമ്മുടെ ആറ്റത്തിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഈ 3 ആളുകളുണ്ട്. ഈ 3 ആളുകളുടെ സ്ഥാനം എവിടെ നമ്മൾ പറഞ്ഞു. പ്രോട്ടോണും ന്യൂട്രോണും ആണെങ്കിൽ എവിടെ കാണും? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണും. ഇനി എവിടെയായിരിക്കും? പ്രോട്ടോണും ന്യൂട്രോണും മാത്രമല്ലല്ലോ നമ്മുടെ ആറ്റത്തിലുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ എവിടെയായിരിക്കും കാണുന്നത്? അതായത് ന്യൂക്ലിയസിന്റെ തൊട്ട് പുറകിലുള്ള ഒരു ഷെല്ലുണ്ട്. ആ ഷെല്ലിലാണ് ആരുള്ളത്? നമ്മുടെ ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഇലക്ട്രോണിന്റെ സ്ഥാനം മനസ്സിലായി, പ്രോട്ടോണിന്റെ സ്ഥാനം മനസ്സിലായി, ന്യൂട്രോണിന്റെ സ്ഥാനവും മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഒരു ഘടന, അല്ലെങ്കിൽ ആറ്റം എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം, അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടന എന്നതാണ് അല്ലേ? അപ്പൊ സ്ട്രക്ചർ, ഒരു ആറ്റം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. ഇനി പിന്നെ ആറ്റത്തിന്റെ ഉള്ളിൽ എന്തെല്ലാമാണ് കാണുന്നത് എന്ന് പഠിച്ചു. ആ കാണുന്നതിൻ്റെയൊക്കെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു ആറ്റത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ ആളുകളുടെയൊക്കെ ചാർജ് എന്താണ്?
ആറ്റം എന്ന് പറയുന്നത് ചാർജ് ഉള്ള ഒരാളാണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു ആറ്റം ഒരു ഓറഞ്ച് ലൈക്കാണ്, ഒരു ഓറഞ്ചിനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓറഞ്ച് പൊളിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്തിനു ഇങ്ങനെ പീസാക്കാം, നമ്മുടെ ആറ്റത്തിനെ ഇങ്ങനെ മുറിക്കാൻ വേണ്ടി പറ്റും. ആറ്റം ഈസ് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ മുറിച്ച് മാറ്റാൻ കഴിയുന്നതാണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ് അല്ലേ? ആറ്റം എന്ന് പറഞ്ഞാൽ അത്രയുമാണ് നമ്മുടെ ഒരു ചെറിയ സാധനമാണ്. പക്ഷെ ആ ചെറിയ സാധനങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ആറ്റത്തിന്റെ ഉള്ളിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുന്നതാണ് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ തൊട്ട് ബാക്കിലുള്ള ഷെല്ലിലാണ് ആരുള്ളത്? നമ്മുടെ ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോണിന്റെ സ്ഥാനം അവിടെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇവരുടെ ചാർജ്, പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ആളുകൾക്ക് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആറ്റത്തിനും ചാർജ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിന്റെ ചാർജ് ആണ്. ഫസ്റ്റ് നമുക്ക് പ്രോട്ടോണിന്റെ ചാർജ് എന്താന്ന് നോക്കാം. പ്രോട്ടോൺ എന്ന് പറയുന്നത് തുടങ്ങുന്നത് പീലല്ലേ? പീലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജാണ് നമ്മുടെ പ്രോട്ടോണിന് ഉണ്ടാവുക. എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പി അല്ലേ? അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ്, പിയിൽ തുടങ്ങുന്നതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഓർക്കുക. നെക്സ്റ്റ് ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്നിൽ തുടങ്ങുന്നതുകൊണ്ട് നെഗറ്റീവ് എന്ന് ആരും വിചാരിക്കരുത്. നെഗറ്റീവ് ചാർജ് അല്ല നമ്മുടെ ന്യൂട്രോണിന്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. അതായത് അവർക്ക് ചാർജ് ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ കണികകളാണ് ആര്? നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്, ചാർജ് ലെസ് ആണ്. എന്നെ ഒരിക്കലും നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നതല്ല. ഇനി അടുത്ത് നമുക്ക് ഇലക്ട്രോൺ. ഇലക്ട്രോൺ നമുക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിലാണ് പറയുന്നത്. ഇലക്ട്രോൺ നമുക്ക് ഇ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇ എന്ന ലെറ്ററിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ഇ എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്. ഇലക്ട്രോൺ എങ്ങനത്തെ ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് 2 ഇ അല്ലേ നെഗറ്റീവില്? അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ അല്ലെങ്കിൽ ചാർജ്ലെസ് ആയിട്ടുള്ള ആളുകളാണ് എന്ത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. അടുത്തത് പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാലോ പി, പോസിറ്റീവ് ചാർജ് ആണ് നമ്മുടെ പ്രോട്ടോണിലുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആറ്റത്തിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകളുടെ ചാർജും സ്ഥാനത്തെയും പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് സബ് ആറ്റോമിക് കണികകൾ എന്നാണ് മലയാളത്തിൽ പറയാ. സബ് ആറ്റോമിക് കണികകൾ, സബ് ആറ്റോമിക കണികകൾ. എന്താണ് സബ് ആറ്റോമിക കണികകൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ആറ്റത്തിനുള്ളിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ആറ്റോമിക കണികകൾ അല്ലെങ്കിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ 3 ആളുകളെയാണ്. ഇനി നമ്മൾ ഇവരുടെ ചാർജും സ്ഥാനവും ഒക്കെ പറഞ്ഞു അല്ലേ? ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ടുഗദർ ഈസ് കോൾഡ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് ആറ്റോമിക കണികകൾ എന്ന് പറയും. ഇനി എന്താണ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് നമ്മൾ എന്താ പറഞ്ഞത്? ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ഇങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് കാണുന്ന സ്ഥലമാണ് ന്യൂക്ലിയസ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്നാണ് പറയാ കേട്ടോ. മലയാളത്തിലും ന്യൂക്ലിയോൺസ് എന്നാണ് പറയാ. ന്യൂക്ലിയോൺസ് എവിടെയാണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയസിലാണ് ഉണ്ടാവുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും, അതായത് പ്രോട്ടോണും ന്യൂട്രോണും ഒരുമിച്ച് കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺസ് എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ന്യൂക്ലിയോൺസ് എന്ന് പറയും. പിന്നെ നമ്മുടെ ഇലക്ട്രോൺ എവിടെ കാണും? ന്യൂക്ലിയസിന്റെ തൊട്ട് ബാക്കിലുള്ള ഷെല്ലിലാണ് നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഒരുമിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയും. ഇനി നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമല്ല, വേറെ ഒരാളുണ്ട്, അതാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എവിടെയാണ് കാണുന്നത്? ഇലക്ട്രോൺ കാണപ്പെടുന്നത് നമ്മുടെ
ന്യൂക്ലിയസിന്റെ തൊട്ട് ബാക്കിലുള്ളത്, അതായത് ഇതാണ് ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ഇലക്ട്രോൺ കാണുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത്, നമ്മുടെ ആറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുറേ ആറ്റങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം, ക്ലോറിൻ ആറ്റം, കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആറ്റങ്ങൾ നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപറ്റും കുറേ ആറ്റങ്ങൾ ഉണ്ട്. ഈ ആറ്റങ്ങൾക്കൊക്കെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറുകളാണ് ഒന്ന് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. ആറ്റോമിക് നമ്പറും ഉണ്ട്, അതുപോലെ തന്നെ മാസ് നമ്പറും ഉണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ ടെക്സ്റ്റ് പുസ്തകത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മറിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആളുകൾ ഇങ്ങനെ, ഇതൊരു ആറ്റമാണ്, ഇതാണ് നമ്മുടെ ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത്, Cl എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ താഴെ ഒരു നമ്പർ ഉണ്ടാവും. ഇപ്പം വെറുതെ എഴുതുകയാണ് 3 പിന്നെ അതിന്റെ മുകളിൽ വേറൊരു നമ്പറാണ്, അതിപ്പോൾ 13 എന്ന് വെറുതെ എഴുതി. അങ്ങനെ ഇങ്ങനെ 2 നമ്പർ കാണും. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സ് ആണ് നമ്മുടെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. ഇനി ഇതിനകത്ത് ഏതാണ് ആറ്റോമിക് നമ്പർ, ഏതാണ് മാസ് നമ്പർ എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ആറ്റോമിക് നമ്പർ എന്താ നോക്കാം. ആറ്റോമിക് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ആറ്റോമിക് നമ്പർ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം. നമ്മൾ പറഞ്ഞ ഒരു ആറ്റത്തിൽ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്. അതിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക നമ്പർ. മലയാളത്തിൽ പറയുന്ന പേരാണ് ആറ്റോമിക നമ്പർ. ആറ്റോമിക നമ്പർ എന്ന് പറയും. നമ്മൾ എത്രയാണ്? നമ്മുടെ ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആറ്റോമിക് നമ്പർ എന്ന് എഴുതുമ്പോൾ തന്നെ കുറച്ച് സമയം പോകൂലേ. അതുകൊണ്ട് തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ നമ്മൾ യൂസ് ചെയ്യും. അതാണ് Z. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ Z എന്നൊക്കെ പറയുന്നത് ആറ്റോമിക് നമ്പർ ആണെന്ന് മക്കൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണേ. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ Z ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം ഉണ്ട്, ഇതൊരു ആറ്റമാണ്. ഈ ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇനി വേറൊരു നമ്പർ ആണ് മാസ് നമ്പർ. എന്താണ് മാസ് നമ്പർ? മാസ് നമ്പർ എന്ന് പറയുമ്പം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ആൻ ആറ്റം. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞു ഒരു ന്യൂക്ലിയസിനുള്ളിൽ ആരുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവര് രണ്ടും കൂടി ചേരുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ ന്യൂക്ലിയോൺസ് എന്ന് പറയാം. അപ്പൊ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉള്ളത്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറയും? ന്യൂക്ലിയോൺസ് എന്ന് പറയും. ഇനി എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാല്? ആ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോൺസുകളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ നമ്മൾ ഒരു ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോകരുത്. ആറ്റോമിക് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റർ എ ആന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ആന്ന് എഴുതരുത്. സെഡിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ മാസ് നമ്പർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എയിലാണ് നമ്മൾ മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അതായിരിക്കും അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ ആണെങ്കിലോ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോൺസുകളുടെ എണ്ണം. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്നതിന്റെ എത്രയാണോ നമ്പർ, അതാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ആറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഇത് ഒരു ആറ്റത്തിൽ എവിടെയാണ് കാണുന്നത്? അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോ ഒരു ആറ്റമാണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറഞ്ഞൊരു ആറ്റമാണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. അതിന്റെ താഴെയും മുകളിലുമായിട്ട് ഒരു നമ്പർ എഴുതും. ഇപ്പൊ ടീച്ചർ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇപ്പൊ ഒരു 30ഉം 13ഉം ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് താഴെ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ മുകളിൽ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? Z ആണ്. മാറിപ്പോകരുത്. ആറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ Z-ലാണ്. മാസ് നമ്പറിനെ ആണെങ്കിലോ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എയിലാണ് നമ്മൾ നമ്മുടെ മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു ആറ്റം നമുക്കൊരു വെറുതെ ഒരു നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതാണ്. അതുപോലെ വേറൊരു ആറ്റമാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ ആറ്റല്ലേ നമ്മുടെ വെള്ളം ഫോം ചെയ്യുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടല്ലേ വാട്ടർ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റമാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത്
നമുക്ക് ഇപ്പൊ താഴെ, അതായത് താഴെ ഒരു നമ്പർ കാണാം, മുകളിൽ ഒരു നമ്പർ കാണാം. ഇങ്ങനെ താഴെ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ? ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സെഡിലാണ്. ഇനി മുകളിൽ ഒരു നമ്പർ കാണാം, മുകളിലെ നമ്പറാണ് മാസ് നമ്പർ. മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ആയിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞത്. നമുക്കൊരു ലിഥിയം, Li എന്ന് പറഞ്ഞാൽ ലിഥിയമാണ്. ലിഥിയത്തിന്റെ താഴെയും ഒരു നമ്പർ ഉണ്ട്, മുകളിലും ഒരു നമ്പർ ഉണ്ട് അല്ലെ. ഇതിനകത്ത് താഴെയുള്ള നമ്പർ ഏതാണ് മക്കളെ? താഴെ എഴുതുന്ന നമ്പറാണ് ആറ്റോമിക് നമ്പർ. അതിനെ റെപ്രസെന്റ് ചെയ്തത് Z ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ ആണ്. മുകളിൽ എഴുതുന്നതോ നമ്മുടെ മാസ് നമ്പർ. മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിനകത്ത് ഈ ഒരു പാഠത്തിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ ഏറ്റവും അധികം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇതെന്തായാലും പഠിക്കണം. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൽ, ആറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈഡ്രജൻ ആകാം, പിന്നെ കാർബൺ ആകാം, ക്ലോറിൻ ആകാം, ഇങ്ങനെ കുറേ ആറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും എന്ത്? ആറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ആറ്റോമിക് നമ്പർ. ഇനിയിപ്പോൾ ആറ്റോമിക് നമ്പർ തന്നിട്ട് അതിനകത്ത് പ്രോട്ടോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്രയായിരിക്കും? അത് സെയിം ആയിരിക്കും. ഇപ്പോൾ ആറ്റോമിക് നമ്പർ ഇവിടെ ഒരു 13 നമുക്ക് തന്നു ക്വസ്റ്റ്യനിൽ. ആറ്റോമിക് നമ്പർ ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 13 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എഴുതാം? നമുക്ക് 13 തന്നെ എഴുതാം. കാരണം എന്താണ്? നമ്മുടെ ഒരു ആറ്റത്തിലെ ആറ്റോമിക് നമ്പറും പ്രോട്ടോണിന്റെ നമ്പറും എത്രയായിരിക്കും? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി പ്രോട്ടോണിന്റെ നമ്പറും ഇലക്ട്രോണിന്റെ നമ്പറും ഈക്വൽ ആയിരിക്കും. ഒരു ആറ്റത്തിൽ ഇപ്പൊ ക്ലോറിൻ എടുത്തു, ക്ലോറിനിൽ 30 ആറ്റോമിക് നമ്പർ ഉണ്ട്, 13 മാസ് നമ്പർ ഉണ്ട്. ആറ്റോമിക് നമ്പർ 30 ആയതുകൊണ്ട് തന്നെ, ഇത് ആറ്റോമിക് നമ്പർ അല്ലേ, ആറ്റോമിക് നമ്പർ 30 ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോട്ടോണും എത്രയായിരിക്കും? പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 30 തന്നെ ആയിരിക്കും. പ്രോട്ടോണും എത്രയായിരിക്കും? 30 ആയിരിക്കും. പ്രോട്ടോൺ 30 ആയതുകൊണ്ട് തന്നെ പ്രോട്ടോണിന്റെ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇലക്ട്രോൺ തന്നെയാണ്. അപ്പൊ പ്രോട്ടോൺ എത്രയുണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ പ്രോട്ടോൺ 30 ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ടാവും? 30 ഉണ്ടാകും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാല് പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മുടെ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര മാസ് നമ്പർ ഉണ്ട് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ക്ലോറിന് ഇതാണ് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ ഇതാണ്. അപ്പം ഇവിടെ ന്യൂക്ലിയോൺസ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ന്യൂക്ലിയോൺസ് ഈസ് ഈക്വൽ ടു നമ്മുടെ മാസ് നമ്പർ ആണ് അല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ആറ്റത്തില് മാസ് നമ്പർ 13 ആണ്. മാസ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്മുടെ ന്യൂക്ലിയോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോൺസ് എത്രയായിരിക്കും? 13 ആയിരിക്കും. ഇനി എങ്ങനെയാ ഇപ്പൊ ന്യൂക്ലിയോൺസ്, ഇപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, മാസ് നമ്പർ കണ്ടുപിടിച്ചു, ആറ്റോമിക് നമ്പർ ഒക്കെ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂട്രോൺ എങ്ങനെയാ കണ്ടുപിടിക്കുക? ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ആണ് A - Z. മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ് നമ്മുടെ ഒരു ന്യൂട്രോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പം, അല്ലെങ്കിൽ ഈ ഒരു ക്ലോറിൻ തന്നു കഴിയുമ്പോൾ നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനകത്തുള്ള മാസ് നമ്പറിൽ നിന്ന് നമ്മുടെ ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ഇവിടെ മാസ് നമ്പർ എത്രയാണ്? 13 ആണ്. അതിനകത്ത് നിന്ന് നമ്മുടെ ആറ്റോമിക് നമ്പർ കുറച്ചാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഇതൊരു സാങ്കല്പികമായിട്ടുള്ളൊരു നമ്പറാണ് ടീച്ചർ എഴുതിയത്. ഇത് കറക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഒരു ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ അതേ സെയിം നമ്പർ ആയിരിക്കും, ഇലക്ട്രോണും സെയിം നമ്പർ ആയിരിക്കും. പിന്നെ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രോൺ എന്ന് പറയുന്നത് A - Z, അതായത് ആറ്റോമിക് നമ്പറിൽ നിന്ന് മാസ് നമ്പർ കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ന്യൂട്രോണിന്റെ നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് പ്രോട്ടോൺ എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ. ഇനി എങ്ങനെയാണ് നമ്മുടെ ന്യൂക്ലിയോൺസ് കണ്ടുപിടിക്കുക? ന്യൂക്ലിയോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാസ് നമ്പർ എത്രയാണോ അതായിരിക്കും അവിടുത്തെ ന്യൂക്ലിയോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഇക്കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് 1 മാർക്കിനും 2 മാർക്കിനും
എപ്പോഴും കെമിസ്ട്രിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണിത്. ഒരു ആറ്റം തന്നിട്ട് അതിൻ്റെ പിന്നെ നമ്മുടെ പ്രോട്ടോൺ എത്രയാണ്, ഇലക്ട്രോൺ എത്രയാണ്, ന്യൂട്രോൺ എത്രയാണ്, ആറ്റോമിക് നമ്പർ തന്നിട്ട് അതിൻ്റെ പ്രോട്ടോൺ കണ്ടുപിടിക്കാൻ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് തെറ്റാണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നോട്ട് പുസ്തകത്തിൽ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, എഫ് ആണെന്ന് വിചാരിക്കുക. അതായത് ഫ്ലൂറിനാണ്, ഫ്ലൂറിൻ എഫ്. ഇനി ഫ്ലൂറിൻ്റെ ഇപ്പോൾ ഇവിടെ ടീച്ചർ എടുത്ത് എഴുതാം കേട്ടോ. ഫ്ലൂറിൻ്റെ താഴെ ഒരു 18 എന്നും മുകളിൽ 9 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പർ എന്തായിരുന്നു? താഴെ കൊടുത്ത നമ്പറാണ് നമ്മുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഏതാണ്? മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പറാണ് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആറ്റോമിക് നമ്പറും ഉണ്ട്, മാസ് നമ്പറും ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് പ്രോട്ടോൺ എത്രയുണ്ട്, ഇലക്ട്രോൺ എത്രയുണ്ട്, ന്യൂട്രോൺ എത്രയുണ്ട്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോട്ടോൺ എത്രയാ മക്കളെ? പ്രോട്ടോൺ അതായത് ഒരു ആറ്റത്തിലെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതേ സെയിം തന്നെയായിരിക്കും നമ്മുടെ പ്രോട്ടോൺ. 18 ആണ് നമ്മുടെ ആറ്റോമിക് നമ്പർ എന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ എത്രയായിരിക്കും? 18 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോൺ എങ്ങനെ? പ്രോട്ടോൺ എത്ര എണ്ണാണോ അത്രയും തന്നെയാണ് എന്തുണ്ടാവുക? ഇലക്ട്രോണും ഉണ്ടാവുക. അപ്പൊ പ്രോട്ടോൺ 18 ആണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എത്രയായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, ഇനി ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടി A - Z, അതായത് നമ്മുടെ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. മാസ് നമ്പർ ഇവിടെ എത്രയാണ്? 9 ആണ് അല്ലേ? മൈനസ് നമ്മുടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 18. അപ്പം 9ൽ നിന്ന് 18 പോയാൽ ബാക്കി 9 തന്നെ ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടോൺ കണ്ടുപിടിക്കാം, ഇലക്ട്രോൺ കണ്ടുപിടിക്കാം, ന്യൂട്രോണും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അടുത്തത് പ്രോട്ടോൺ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സ് എന്ന് പറഞ്ഞൊരു ആറ്റം തന്നെ എടുക്കാം. ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ് കേട്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞൊരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആറ്റത്തിന്റെ മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 20 ആണെന്ന് വിചാരിക്കുക. 20 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോട്ടോൺ പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട്. പ്രോട്ടോൺ ഒരു 13 ആണെന്ന് വിചാരിക്കുക. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പ്രോട്ടോൺ 13 ആണല്ലോ. പ്രോട്ടോൺ 13 ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? പ്രോട്ടോണിന്റെ നമ്പറും ആറ്റോമിക് നമ്പറും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ 13 ആണെങ്കിൽ അവിടുത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും 13 ആയിരിക്കും. ഇനി പ്രോട്ടോൺ 13 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എത്ര തന്നെ ആയിരിക്കും? 13 തന്നെ ആയിരിക്കും. ന്യൂട്രോൺ ആണെങ്കിലോ നമ്മൾ A - Z ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടാവുക. അപ്പം എൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഈ ഒരു ക്ലാസ് നന്നായിട്ട് കാണുക. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് ആറ്റംസ് ഇല്ലേ, ഈ ആറ്റംസ് ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്യണം. അതുപോലെ തന്നെ ക്ലോറിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ ക്ലോറിൻ്റെ ഇപ്പം ആറ്റോമിക് നമ്പർ തരാണ്ട് പ്രോട്ടോൺ കണ്ടുപിടിക്കാനും ഇലക്ട്രോൺ കണ്ടുപിടിക്കാനും ഒക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഏത് രീതിയിൽ ചോദിച്ചാലും എൻ്റെ മക്കൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പല കുറച്ച് ബാക്കോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ടീച്ചർ പഠിക്കാൻ എളുപ്പം ഉള്ള രീതിയിലാണ് നിങ്ങൾക്ക് ടോപ്പിക്ക് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഓർഡറിൽ പഠിക്കണമെന്നില്ലല്ലോ. ആ ഒരു ചാപ്റ്ററിലെ സിലബസ് കവർ ചെയ്തിട്ടുള്ള എല്ലാ പോർഷൻസും എടുത്തു തീർത്താൽ പോരെ. അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്കുള്ള ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് ചെയ്തിട്ട് വരണം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു.